കേരളത്തിലെ ആരോഗ്യരംഗം വളരെ മികച്ചതാണെന്നും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്പർ 1 ആണ് എന്നുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടക്ക് കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ വെച്ച് കെ വേണു എന്ന് പറയുന്ന ഒരു രോഗി, അദ്ദേഹം 5 ദിവസമായി ഇവിടെ അഡ്മിറ്റായിട്ട് അതിനു മുമ്പ് ചില ഹോസ്പിറ്റലുകളിൽ ചെന്നതാണ്. അവിടെ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് റെഫർ ചെയ്ത് ഇങ്ങോട്ട് വിട്ടതാണ് ഈ പറയുന്ന ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക്. അപ്പോൾ ചെന്ന് കഴിഞ്ഞതിന് ശേഷം 5 ദിവസമായിട്ട് ഒന്നും ചെയ്യാതിരിക്കുകയും അദ്ദേഹത്തോട് ആൻജിയോഗ്രാം ചെയ്യണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മറ്റേതെങ്കിലും നടപടിക്രമം വേണമെന്നൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ അദ്ദേഹം ആകെ വിഷണ്ണനായി ഒരു സുഹൃത്തിനയച്ചിട്ടുള്ള ശബ്ദ സന്ദേശം പുറത്തേക്ക് വന്നു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ കാരണക്കാർ അവിടുത്തെ ഡോക്ടേഴ്സ് ആയിരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ വിഷയം 2 ദിവസം മുമ്പുണ്ടായതാണ്. മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായി. ഇപ്പോൾ ഏതാണ്ട് തൽക്കാലം അതൊക്കെ കെട്ടടങ്ങിയിരിക്കുന്നു. കാരണം അവർ മറ്റു വിഷയങ്ങളിലേക്ക് പോയിരിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ഇതിലെ പ്രശ്നം എന്നുള്ളത് നിങ്ങളെപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇവർ പറയുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവിടെ വലിയ തോതിലുള്ള എന്ന് പറഞ്ഞാൽ ചികിത്സിക്കാൻ വരുന്നതിനേക്കാൾ അല്ലെങ്കിൽ ആളുകൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആളുകളാണ് വരുന്നത്. യഥാർത്ഥത്തിൽ അതുപോലും ഈ പറയുന്ന ഇതിൻ്റെ സ്വീകാര്യതയാണ് കാണിക്കുന്നത്. കാരണം മറ്റ് സ്വകാര്യ ഹോസ്പിറ്റലുകളിൽ പോകാതെ ആളുകളൊക്കെ തന്നെ ഈ മെഡിക്കൽ കോളേജുകളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരു വിധത്തിലും നിവൃത്തിയില്ലാത്ത വളരെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇത്തരം മെഡിക്കൽ കോളേജുകളിലേക്ക് വരുന്നത്. ഈ മെഡിക്കൽ കോളേജിലേക്ക് വരുമ്പോൾ അവിടെ കഴിഞ്ഞ ദിവസം പല ചർച്ചകളിൽ വരുന്ന ന്യായീകരണ തൊഴിലാളികളൊക്കെ പറയുന്നത് അവിടെ ക്യാത്ത് ലാബുകളുടെ നമ്പർ കൂട്ടി ബാക്കിയുള്ള പല സൗകര്യങ്ങളും കൂട്ടി. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ പല ഗവൺമെൻറ്റുകൾ വന്നപ്പോഴും പലതരത്തിലുള്ള സൗകര്യങ്ങൾ അവിടെ കൂടിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണ്? സിസ്റ്റം എററാണ് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. എന്ത് സിസ്റ്റത്തിനാണ് എറർ ഉള്ളത്? മിക്ക മെഡിക്കൽ കോളേജുകളിലും നിങ്ങൾ ഏതെങ്കിലും പുതിയ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് കേടാവും. നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും, ഇതുപോലൊരു ഹോസ്പിറ്റലിൽ ലിഫ്റ്റിൽ കുടുങ്ങി ഒരു രോഗിക്ക് പറ്റിയിട്ടുള്ള വലിയ ദുരന്തം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതേപോലെ തന്നെ ഒരു തൊട്ടടുത്തുള്ള ബാത്റൂം, അത് ഉപയോഗശൂന്യമായിട്ടുള്ള ബാത്റൂമിൽ വലിയ ബാഹുല്യം കൊണ്ടിട്ട് അത് കുളിക്കാൻ വേണ്ടി കയറിയ ഒരു സ്ത്രീ, എത്ര ദാരുണമായിട്ടുള്ള സംഭവമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ളത്. അത് ഇടിഞ്ഞു വീണ് മരിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. മരിച്ചത് മറ്റൊരു കെട്ടിടം ഇപ്പുറത്ത് പണിതിരുന്നു, പക്ഷേ ആ കെട്ടിടം ഉദ്ഘാടിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകളെ വെയിറ്റ് ചെയ്ത് നിന്നതുകൊണ്ടാണ് എന്ന് പറയുന്ന വലിയ ആരോപണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സിസ്റ്റത്തിൻ്റെ കുഴപ്പം എവിടെയാണ് എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ ഒന്ന് പരിശോധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് കൈക്കൂലിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന യൂണിയനുകളുമാണ് എന്നുള്ളതാണ്. ഡോക്ടേഴ്സ് അടക്കം അല്ലെങ്കിൽ മറ്റ് നിരവധി ആളുകളടക്കം കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടറെക്കുറിച്ച് നേരത്തെ ഒരു ആരോപണം വന്നിരുന്നു. ആരോപണം അദ്ദേഹത്തിൻ്റെ BMW കാറിൻ്റെ EMI അടക്കുന്നത് തൊട്ടപ്പുറത്തെ ലാബാണ് എന്നുള്ളത് വന്നിരുന്നു. എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള നിരവധി സംഭവങ്ങൾ മെഡിക്കൽ കോളേജുകളിലൊക്കെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാര്യം എനിക്ക് പിണറായി വിജയനോട് ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അങ്ങ് കഴിഞ്ഞ തവണ നിയമസഭയിൽ പറയുകയുണ്ട ഏതാണ്ട് 130ഓളം വരുന്ന ആളുകളെ, പോലീസുകാരെ സർവീസിൽ നിന്ന് കുറ്റകരമായ അനാസ്ഥയും അലംഭാവവും കാരണവും മോശപ്പെട്ട പ്രവർത്തന രീതികളും കൊണ്ട് അവരെ പിരിച്ചുവിട്ടു. എനിക്ക് പ്രിയപ്പെട്ട പിണറായി വിജയനോടും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജ്, അവരെക്കുറിച്ച് എനിക്ക് വളരെ പറയാനുണ്ട്. അവർ യഥാർത്ഥത്തിൽ സിനിമയിലൊക്കെ അഭിനയിക്കേണ്ടവരാണ്. പക്ഷേ അവർ മഞ്ജു വാര്യരോടൊപ്പം കലാതിലകമൊക്കെ ആയിട്ടുള്ളതാണ് പല ഇതിലും. പക്ഷേ അവർ അഭിനയിക്കാൻ പോയില്ല. അത് വലിയ പ്രശ്നമായി നമുക്ക്. കാരണം അവർ രാഷ്ട്രീയത്തിലേക്ക് വന്നുകൊണ്ട് അവർ യഥാർത്ഥത്തിൽ ആരോഗ്യമന്ത്രി, ഈ ആരോഗ്യമന്ത്രി അടക്കമുള്ള ആളുകൾ എത്ര പേരെ നിങ്ങൾ ഈ പിരിച്ചുവിട്ടിട്ടുണ്ട് മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ പേര്? ഇത് ഞാൻ ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹോസ്പിറ്റലുകളും ബിൽഡിങ്ങുകളും റൂമുകളും മാത്രം ശരിയാക്കിയതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ആളുകളുടെ മനോഭാവത്തിൽ മാറ്റം വരണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ വേണു അയച്ചേക്കണം, മരണപ്പെട്ടുപോയ അദ്ദേഹം അയച്ചേക്കണം, അദ്ദേഹത്തിൻ്റെ മരണമൊഴിയാണത്. യഥാർത്ഥത്തിൽ അയച്ചേക്കണ സന്ദേശത്തിൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഇത് പുറത്തു വിടണമെന്ന് പറഞ്ഞൊരു സുഹൃത്തിനയച്ച സന്ദേശത്തിൽ അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അവിടെ കയറി വരുന്ന യൂണിഫോം ഇട്ട ആളുകൾ പോലും, എന്ന് പറഞ്ഞാൽ വാച്ച്മാനെ എനിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ട്, അവർ പോലും പട്ടിയെ നോക്കുന്നത് പോലെയാണ് നോക്കിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ സേവകരല്ല, പകരം പണം തന്നാൽ ഞങ്ങൾ സേവിക്കാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ തന്നെ സേവിക്കും, ഇതുപോലെ എന്ത് ചെയ്യേണ്ടി വരും, ഇഹലോകവാസം വെടിയേണ്ടി വരും എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡാണ് ഈ മെഡിക്കൽ കോളേജുകളിലെല്ലാം ഉള്ളത്. ഒരു കള്ളവും പറയാൻ മടിയില്ലാത്ത അങ്ങേയറ്റം അഴിമതി നടക്കുന്ന വലിയൊരു രംഗമാണ് മെഡിക്കൽ രംഗം എന്ന് പറയുന്നത്. അനാവശ്യമായി മരുന്നെഴുതുകയും അനാവശ്യമായി ഈ പറയുന്ന പോലെ ലാബുകളിലേക്ക് ടെസ്റ്റിന് വേണ്ടി എഴുതി കൊടുക്കുകയും അതിൻ്റെ ഏതാണ്ട് 40%, 50%, ചിലതൊക്കെ 70% വരെ കമ്മീഷൻ മേടിക്കുകയും ചെയ്യുന്ന നിരവധി ഡോക്ടേഴ്സ് അവിടെയുണ്ട്.
അപ്പോൾ ഇതൊക്കെ കണ്ണും അടച്ചുകൊണ്ട് നമ്മുടെ രംഗത്ത് കാത്ത് ലാബുകളുടെ നമ്പർ കൂടി, ബാക്കിയുള്ള എക്യുപ്മെൻസുകളുടെ നമ്പർ കൂടി എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇത് ഒഴിവാക്കാൻ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ എത്ര പേരെയാണ് ഈ പറയുന്ന മെഡിക്കൽ രംഗത്ത് നിന്ന് മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ പേര് ഡോക്ടേഴ്സിനെയും നഴ്സുമാരെയൊക്കെ പിരിച്ചുവിടാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള ആളുകളെ അല്ലെങ്കിൽ സാധാരണ ജീവനക്കാരെ പോലും മോശമായ പെരുമാറ്റത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവർ ജോലി കൃത്യമായി ചെയ്യാത്തതിൻ്റെ പേരിൽ എത്ര പേരെ ഇതുവരെ പിരിച്ചുവിട്ടിട്ടുണ്ട്? ഒന്ന് കണക്കൊന്ന് പറയാമോ? ഈ ചോദ്യം മറ്റാരും ചോദിക്കുന്നില്ല. നിങ്ങളറിയേണ്ടത്, ഇപ്പം തൊട്ടടുത്ത് എനിക്കറിയുന്ന വളരെ അടുപ്പ പരിചയമുള്ള ചില ഡോക്ടേഴ്സിൻ്റെ മക്കൾ, അവർ പഠിച്ചു വലുതായി ഈ പറയുന്ന പോലെ ഗൾഫ് കൺട്രീസിലൊക്കെ തന്നെ ഡോക്ടർമാരായി ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഒറ്റ പ്രശ്നമുള്ള അവിടെ, കാരണം വെച്ചാൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായാൽ, ആളുടെ ജീവൻ പോയാൽ, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ തീർച്ചയായിട്ടും അവിടെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. നമ്മുടെ ഇവിടെ അങ്ങനെ വല്ല ഉത്തരവാദിത്വവും വല്ല അക്കൗണ്ടബിലിറ്റിയും നമ്മുടെ ഡോക്ടേഴ്സിനുണ്ടോ? എത്ര ഡോക്ടേഴ്സ് അങ്ങനെ പിടിക്കപ്പെട്ടിട്ടുണ്ട്? എത്ര ഡോക്ടേഴ്സ് അങ്ങനെ വലിയ പ്രശ്നത്തിലായിട്ടുണ്ടോ? ഒന്ന് പറയാമോ നിങ്ങൾക്ക്? ഒരാളുമായിട്ടില്ല. കാരണം ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത്, ഒരു ഡോക്ടർക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ യഥാർത്ഥത്തിൽ ആ ബാക്കി IMA എന്ന് പറയുന്ന ഒരു സംഘവും ബാക്കിയുള്ള ആളുകളും എല്ലാവരും കൂടി കൃത്യമായിട്ട് മറ്റേതെങ്കിലും വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും അന്വേഷണം നടക്കുക. ആ ഡോക്ടേഴ്സ് ഒരു വർഗസ്നേഹം കാണിച്ചുകൊണ്ട് ഇവരെ രക്ഷപ്പെടുത്തും. ഈ കേരളത്തിൽ തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടർക്ക് പെട്ടെന്ന് പോകണം എന്നുള്ളതുകൊണ്ട് നിരവധി 26ഓളം വരുന്ന സിസേറിയൻസ് പെട്ടെന്ന് നടത്തി വെക്കേഷൻ പോയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഒന്ന് ആലോചിച്ച് നോക്കുകൾ. ഇനി ഈ പറയുന്ന മറ്റേ ബിൽഡിംഗ് അങ്ങനെ തന്നെ ഇടിഞ്ഞു വീണ് ഒരു പാവപ്പെട്ട സ്ത്രീ തലവേലപ്പറമ്പിലെ മരിച്ചു പോയപ്പോഴേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിൽ ഇവർ അനധികൃതമായി കയറിയതാണെന്നും അതാരും ഉപയോഗിക്കാത്ത ബിൽഡിംഗ് ആണെന്നും കള്ളം പറഞ്ഞ ഡോക്ടേഴ്സ് ഉണ്ട് ഇവിടെ. യഥാർത്ഥത്തിൽ നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. സിക്കിം എന്ന് പറയുന്ന സംസ്ഥാനമുണ്ട്, ഇന്ത്യയിലെ ചെറിയൊരു സംസ്ഥാനമാണ്. അവിടെയാണ് ഫാർമ കമ്പനികളുടെ എല്ലാം ഹബ്ബുള്ളത്. ആ ഫാർമ കമ്പനികളിലുള്ള നിരവധി കമ്പനികൾ വലിയ തോതിലുള്ള അധിക്ഷേപങ്ങൾക്ക് അല്ലെങ്കിൽ ആരോപണങ്ങളൊക്കെ നേരിടുന്ന കമ്പനികളാണ്. അപ്പോൾ അതിൽ ഡിജിറ്റൽ വിഷൻ ഫാർമ എന്ന് പറയുന്ന ഒരു കമ്പനി, അവർ കൊടുത്തിട്ടുള്ള വാക്സിൻ, ഈ പറയുന്ന പോലെ അവർ കൊടുത്തിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന വാക്സിൻ കഴിച്ചുകൊണ്ട് കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള സിക്കിമിലുള്ള ഇത്തരത്തിലുള്ള വലിയ കമ്പനികളിൽ നിന്ന് സിക്കിം ക്രാന്തികാരി മോർച്ച മുതൽ BJP മുതൽ രാഷ്ട്രീയ പാർട്ടികൾ നിരവധി ആളുകൾ വലിയ തോതിൽ ഇലക്ട്രൽ ബോണ്ട് വഴി പണം പറ്റിയിട്ടുണ്ട്. ഇത്തരത്തിൽ പണം പറ്റിയ പല കമ്പനികളെയും US അടക്കമുള്ള പല ആളുകളും നിരോധിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതൊന്നും ഇന്ത്യയിൽ സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ്? ഹാത്തി കമ്മിറ്റി റിപ്പോർട്ട്, ഒരു ദശാബ്ദത്തിന് ശേഷം എന്ന് പറഞ്ഞ് ഡോക്ടർ B. ഇക്ബാലിൻ്റെ ഒരു ബുക്കുണ്ട്. അതായത് ഹാത്തി കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി 1977 ജനതാ ഗവൺമെൻറ് വന്നപ്പോൾ കുറേ മരുന്നുകൾ ഇന്ത്യയിൽ നിരോധിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇതേവരെ നിരോധിച്ചിട്ടില്ല. മൗത്ത് വാഷ് എന്ന് പറയുന്ന ലിസ്റ്ററിൻ നമ്മളിപ്പോഴും മേടിച്ച് ഉപയോഗിക്കുന്നുണ്ട്, വിദേശ രാജ്യങ്ങളിൽ നിരോധിച്ചതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അതിഭീകരമായിട്ടുള്ള ഒരു കൊള്ള നടക്കുന്ന ഒരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ ഈ മെഡിക്കൽ രംഗം എന്ന് പറയുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്, അതും പറയാതിരിക്കാൻ വയ്യ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെഡിക്കൽ കോളേജുകളും അതുപോലെ താലൂക്ക് ഹോസ്പിറ്റലുകളും നമ്മുടെ ജില്ലാ ആശുപത്രികളും ഒക്കെ തന്നെ കൃത്യമായി പ്രവർത്തിച്ചാൽ യഥാർത്ഥത്തിൽ ഇവിടെ കോടികൾ കൊയ്യുന്ന ഏതാണ്ട് 60,000-70,000 കോടി രൂപയുടെ ബിസിനസ് നടത്തുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പലതും അടച്ചുപൂട്ടേണ്ടി വരും. അങ്ങനെ അടച്ചു പൂട്ടാതിരിക്കാൻ കൃത്യമായ ഇടവേളകളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ടായാലും ഡോക്ടർമാർക്കൊന്നും പേടിക്കാനില്ല. കാരണം അവരൊക്കെ തന്നെ രക്ഷപ്പെടും. ഈ മരിച്ചു പോകുന്ന ആളുകൾക്ക് നമ്മൾ ചില സഹായങ്ങൾ കൊടുക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, വയറ്റിൽ കത്രിക കുടുങ്ങിയതിന് ശേഷം ഒരു പെൺകുട്ടി എന്ത് ചെയ്യാണ്? കേരളം മുഴുവൻ അലഞ്ഞു കിടക്കുകയാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ പേര്. ഇന്ത്യയിൽ തന്നെ അത് കുറവാണ്, കേരളത്തിലും കുറവാണ്. മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഹോസ്പിറ്റൽ തൊഴിലാളികളെയോ വളരെ സീരിയസ് ആയിട്ടുള്ള വളരെ അനുകമ്പ അർഹിക്കുന്ന ജോലിയാണ് അവർ ചെയ്യേണ്ടതെന്ന് പറയുന്ന ഒരു കൾച്ചർ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതാരും പറയാതെ അവിടെയുള്ള യൂണിയനുകളും അവിടെയുള്ള ഡോക്ടേഴ്സിൻ്റെ യൂണിയനുകളും അതുപോലെ മറ്റ് തൊഴിലാളികളുടെ യൂണിയനുകളും നഴ്സസ് യൂണിയനുകളും എല്ലാം തന്നെ തമ്മിൽ കൈകോർത്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒത്തുപിടിച്ചുകൊണ്ട് ഇവരെ അങ്ങോട്ട് സംരക്ഷിക്കും. അതുകൊണ്ട് ഇതിൽ ഡോക്ടർമാരുടെ വേതനം കൂട്ടിയില്ല, അവർ ചികിത്സിക്കുന്ന രോഗികളുടെ നമ്പർ കൂടുതലാണ്, ഇതൊക്കെ കറക്റ്റാണ്. പക്ഷേ പ്രധാനപ്പെട്ട വിഷയം അതൊന്നുമല്ല. പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. അതാരും തന്നെ പറയുന്നില്ല. ഒരു തരത്തിലും നമ്മൾ പലപ്പോഴും മറ്റേ UDFൻ്റെ കാലത്തുണ്ടായിരുന്ന കാത്ത് ലാബുകളെക്കാൾ ഇപ്പോഴുള്ള കാത്ത് ലാബുകളുടെ നമ്പർ കൂടി, എക്സ്റേ മെഷീൻ്റെ നമ്പർ കൂടി, ഈ പറയുന്ന പോലെ ലാബുകളുടെ നമ്പർ കൂടി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
ഇത്തരത്തിൽ ഞങ്ങളിവിടെ ഇരിക്കുന്നത് ജനത്തെ സേവിക്കാനാണെന്നും ജനത്തിൻ്റെ ദാസന്മാരായിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നതെന്നും അവരോട് മര്യാദപൂർവ്വം പെരുമാറണമെന്നും പറയണ്ടേ? യഥാർത്ഥത്തിൽ ഈ രോഗിയോട് പോലും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തലവേദനയ്ക്ക് മരുന്ന് തരാത്തത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ആൻജിയോഗ്രാം നടത്താത്തത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അടിയന്തരമായി ശസ്ത്രക്രിയ ചെയ്യാത്തത് എന്നുള്ളത് കൃത്യമായി ഒരു ഡോക്ടറും പറഞ്ഞു കൊടുത്തിട്ടില്ല. പോട്ടെ, ഒരു നേഴ്സ് പോലും പറയുന്നില്ല. എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള കൾച്ചറും സംസ്കാരവും ഉണ്ടായത്? ഒരു കടന്നു വരുന്ന രോഗിയെപ്പോലും വളരെ അവജ്ഞയോടെ പുച്ഛത്തോടുകൂടി നോക്കുന്ന ഒരു സിസ്റ്റം ഹോസ്പിറ്റലുകളും ആരോഗ്യരംഗവും ഉണ്ടായത് എങ്ങനെയാണ്? അതിന് പ്രധാനപ്പെട്ട വിഷയം ആരോഗ്യരംഗത്ത് മാത്രമല്ല, നിങ്ങളൊരു വില്ലേജ് ഓഫീസിലേക്ക്, നിങ്ങളൊരു ഗവൺമെൻറ് ഓഫീസിലേക്ക് കയറി ചെല്ലൂ, അവരെന്തായിരുന്നിട്ട് എന്താ എന്ന് ചോദിക്കുമ്പോൾ ഒരു പുച്ഛത്തോടെ അല്ലാതെ ചോദിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ യഥാർത്ഥത്തിൽ ഈ ആരോഗ്യരംഗത്തേക്കും വലിയ തോതിൽ കടന്നു വന്നിട്ട് കാലമേറെയായി. അതിൻ്റെ ഇരകൾ ഈ പറയുന്ന പോലെ ലാസ്റ്റത്തെ ഇരയാണ് വീണു. ഇത് ലാസ്റ്റത്തേതാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, മറ്റ് ചില സൗകര്യങ്ങളുടെ കാര്യത്തിൽ നമ്മൾ വളർന്നിട്ടുണ്ടെങ്കിലും.